ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് രാവിലെ അച്ചുക്കുട്ടൻ എണീറ്റ് വന്ന് അവിടെ നിൽക്കണുണ്ട്. ബ്രഷൊക്കെ ചെയ്തിട്ട് വന്നിരിക്കണേന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് ദിവസമായിരുന്നു വീഡിയോ എടുത്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാൻ വെച്ച് താമസിച്ച് പോയതാണ് കേട്ടോ. അപ്പോൾ ഇതാ അടുപ്പയിൽ ഇന്നിപ്പോൾ പുട്ടാണ് കേട്ടോ. പുട്ടിനുള്ളത് ഞാൻ നനച്ച് വെച്ചിട്ടുണ്ട്. നനച്ച് വെച്ചതിന് ശേഷമാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. പെട്ടെന്നൊരു തീരുമാനമായിരുന്നു വീഡിയോ എടുക്കലെന്ന് പറഞ്ഞാൽ. വേറൊന്നുമല്ല, നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഇടാനായിട്ട്. അപ്പോൾ വീട്ടിൽ പ്രത്യേകിച്ച് കണ്ടൻ്റ് ഒന്നുമില്ല. ഒന്നുകിൽ പുട്ടായിരിക്കും, അല്ലെങ്കിൽ ചപ്പാത്തി ആയിരിക്കും, സാമ്പാറും ആയിരിക്കും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 ആഴ്ചയായിട്ട് ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എന്നും നമ്മൾ ഒരു ദിവസം പുട്ട് കാണിച്ചു, അടുത്ത ദിവസം പുട്ട് തന്നെ കാണുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അത് ഇത്ര ഇഷ്ടാവിയല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ പിന്നെ വീഡിയോസൊന്നും ഇടാതിരുന്നത്. ഇന്നിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മീനൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കണ ദിവസങ്ങളിലായി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാറുള്ളൂ. അതാണ് അവസ്ഥ. അപ്പോൾ പുട്ടിനെ നനച്ച് വെച്ചത് നമുക്കൊന്ന് ജസ്റ്റ് മിക്സിക്കകത്തിരുന്ന് കറക്കിയെടുക്കണം കേട്ടോ. എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് ആദ്യത്തെ ട്രിപ്പ് ഞാനാണെങ്കിൽ നനച്ച് ഒന്ന് കറക്കിയിട്ട് അത് ഇട്ടിട്ടുണ്ട്. കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് അടത്തിയിട്ടും കൂടെ കൊടുക്കണ്ടേ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ട്രിപ്പും കൂടി എടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് അച്ചുക്കുട്ടൻ പാലൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ചുക്കുട്ടൻ അവിടെ എന്തോ മെന പണിയുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയത്തില്ല. അവൻ എപ്പോഴും ഈ ഫ്രിഡ്ജ് തുറന്നിട്ട് അടയ്ക്കലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ലൈറ്റ് ഫ്രിഡ്ജിനകത്ത് തെളിയണില്ലായിരുന്നു. എപ്പോഴും ഇങ്ങനെ തുറക്കും അടയ്ക്കുകയും ചെയ്യുമ്പോൾ കറണ്ട് ബില്ലും കൂടും, ഫ്രിഡ്ജിൻ്റെ കാര്യവും തീരുമാനമാവും. അത് പറഞ്ഞാൽ മനസ്സിലാവിയല്ല, പിള്ളേരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അച്ചുകുട്ടൻ എപ്പോഴും അതായിരുന്നു. അത് ഈ ആവിയാണല്ലോ, അപ്പോൾ എപ്പോഴും ഈ ചൂട് ആയിട്ടായിരിക്കും. ഒരു പക്ഷേ അത് തുറക്കുമ്പോൾ ഇച്ചിരി ഒരു തണുപ്പൊക്കെ കിട്ടുമല്ലോ, അതായിരിക്കും. എന്തായാലും എപ്പോഴും ഇങ്ങനെ ഫ്രിഡ്ജ് തുറക്കലാണ്. അപ്പോൾ അച്ചുക്കുട്ടനോട് ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഞാനിങ്ങനെ നിൽക്കുവാണ്. വേറൊന്നുമല്ല, അച്ചുക്കുട്ടൻ അന്ന് ഇച്ചിരി വാശിയിലായിരുന്നു. അച്ചുക്കുട്ടനോട് ഞാൻ വഴക്ക് പറയേണ്ട ഭാഗമാണ്. വേറൊന്നുമല്ല, അച്ചുക്കുട്ടന് ബ്രഷ് ചെയ്യണം എന്ന് പറഞ്ഞു. ബ്രഷ് ചെയ്യാനായിട്ട് തന്നെ ബ്രഷ് ചെയ്യണം, അമ്മ ചെയ്തു തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ ചായക്ക് ഉണ്ടാക്കിയില്ല, അപ്പോൾ ഞാൻ ചായക്ക് ഉണ്ടാക്കണം, നീ പോയി ബ്രഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്താൽ അവനക്ക് ചെയ്യണില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വാശി പിടിച്ച് നിൽക്കണം അച്ചുക്കുട്ടനാണ് ആ കാണുന്നത്. ഞാൻ ദേഷ്യപ്പെട്ട് നിൽക്കണം. കുറേ നമ്മൾ പറഞ്ഞാലും കേൾക്കില്ലാണ്ട് വരുമ്പോൾ എനിക്ക് ദേഷ്യം വരും കേട്ടോ. അപ്പോൾ ഞാൻ 2 വഴക്ക് പറയും. അച്ചുകൂട്ടൻ പിന്നെ വാശിയും കയറി കഴിഞ്ഞാൽ അവനങ്ങ് നടത്തുന്നോടം വരെ നമ്മൾ പുറകെ നടന്നിങ്ങനെ തന്തം പിടിക്കും കേട്ടോ. അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു വിധത്തിൽ അവനെ പറഞ്ഞ് മനസ്സിലാക്കി ബ്രഷ് ചെയ്യാൻ വിട്ടു കേട്ടോ. പിന്നെ കുറേ കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ കോംപ്രമൈസ് ആയിട്ട് വരും. അമ്മേ സോറി കേട്ടോ അമ്മേ, ഞാൻ ചെയ്തോളാം കേട്ടോ അമ്മേ എന്നൊക്കെ പറഞ്ഞ് വരും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു പാവതയാണ്. ചില വാശികൾ എല്ലാം നമ്മളങ്ങ് നടത്തി കൊടുത്താൽ പറ്റത്തില്ലല്ലോ. അപ്പം തിരക്കില്ലെങ്കിൽ നമ്മൾ ഒരുപാട് തിരക്കൊന്നും പിടിച്ച ജോലിയൊന്നും അല്ല എങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കാറുമുണ്ട് കേട്ടോ. ചില സന്ദർഭങ്ങളിൽ ഇപ്പം ഇന്നിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമസിച്ചാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ എന്നാ പറയണേ, ബിനോട്ടൻ അങ്ങോട്ട് പോയേക്കുമായിരുന്നു. അപ്പോൾ പുട്ടുണ്ടാക്കി വെക്കണം വരുമ്പോഴേക്കും. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും കൂടെ ഉണ്ട്. അപ്പോൾ അവൻ്റെ പുറകെ കൂടെ പോയി കഴിഞ്ഞാൽ എത്തിയല്ലാന്നൊരു തോന്നലുള്ള കാരണമാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ അത് തേങ്ങ ചിരണ്ടി എടുത്തു. അപ്പോൾ നമുക്ക് പുട്ട് വേഗം തന്നെ ഉണ്ടാക്കാം. തേങ്ങ ഇട്ടു, പുട്ട് പൊടി ഇട്ടു. ഇതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എല്ലാവർക്കും നമുക്ക് കേരളീയർക്ക് എന്നാ പറയുക, മലയാളിയാണോ പുട്ടുണ്ടാക്കാൻ അറിയാൻ മേലാത്തൊരു വളരെ ചുരുക്കമായിരിക്കും അല്ലേ. അപ്പോൾ അതങ്ങനെ പുട്ട് അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഈ കല്യാണം കഴിഞ്ഞ് പുട്ട് ഇഷ്ടപ്പെടുന്നവർ ആരൊക്കെയുണ്ട്? കല്യാണത്തിന് മുമ്പ് എനിക്ക് പുട്ടെന്ന് പറയുന്ന സാധനം കാണാനായി ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. പക്ഷെ കല്യാണം കഴിഞ്ഞ പിന്നെ ഈ സാധനമാണ് എനിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടം. കാരണം കഴിച്ചാൽ നമുക്കൊരു എന്താ പറയണേ, ഒരു പണിയെടുക്കാനുള്ള ആരോഗ്യം വേണമെങ്കിൽ പുട്ടൊക്കെ കഴിക്കണം, അതാണ് ചുരുക്കം പറഞ്ഞത്. അപ്പോൾ അതേ കടലക്കറിയും റെഡി ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇനിയിപ്പോൾ അച്ചുകൂട്ടനും ധ്യാനൂട്ടനും ഉള്ളത് എടുക്കാം. കട്ടൻ ചായ അല്ല, പാലും ചായയാണ്. അപ്പോൾ അതും ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇനിയിപ്പോൾ അച്ചുകൂട്ടനും ധ്യാനൂട്ടനുള്ള ഇതൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ വെച്ചാൽ മീൻ വാങ്ങിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കണം കേട്ടോ. പിന്നെ ഇടയ്ക്ക് മുറ്റടിക്കാൻ പോയിട്ടുണ്ടായിരുന്നേ. അപ്പം അറിയാലോ, നമ്മൾ പുറത്ത് വെച്ചിട്ട് പോന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് തിരിച്ചു വന്നിട്ട് നമ്മുടെ പൂച്ചക്കുട്ടന്മാർ അതെല്ലാം തിന്ന് തീർത്തിട്ടുണ്ടാകും. അതുകൊണ്ട് ഫ്രിഡ്ജിനകത്ത് കയറ്റി വെച്ചിട്ടാണ് ഞാൻ മീൻ മുറ്റടിക്കാൻ പോയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചായ കുടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ മീനിൻ്റെ ഉള്ളിയും ഒക്കെ നമുക്കൊന്ന് വഴറ്റാനായിട്ട് അടുപ്പ് വെച്ചിട്ട് ചായ കുടിക്കാൻ പോവുകയാണെങ്കിൽ അത് നമ്മൾ ചായ കുടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അത് നന്നായിട്ടൊന്ന് വഴന്നു വരുമൊക്കെ ചെയ്യല്ലേ. അപ്പോൾ അതുകൊണ്ട് ചായ കുടിക്കണ്ട, വഴറ്റി അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടാണ് പോകുള്ളൂ, അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞിരിക്കും വരുമ്പോഴത്തേക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണ ഭാഗമാണ്. പിന്നെ വിഷുവൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. വിഷുവും ഈസ്റ്ററും പെരുന്നാളും എല്ലാം നമ്മുടെ ഈ ഒരു മാസം ഉണ്ടായിരുന്നല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. മഴ പെയ്തോ? അവിടെ ആണെങ്കിൽ ഇന്നലെ നല്ല മഴയായിരുന്നു. ഇന്നിപ്പോൾ മഴക്കോളം ഉണ്ട്, മഴ പെയ്യുമെന്ന് അറിയത്തില്ല. പെയ്താൽ മതിയായിരുന്നു, എന്താ ചൂട്.
ഒന്ന് പെയ്യുമ്പോഴത്തേക്ക് എന്താ ആശ്വാസം. പെയ്തിട്ടും നമുക്ക് വീടിനകത്തേക്ക് എന്താ പറയുക തണുപ്പ് വന്നില്ലായിരുന്നു കേട്ടോ ഇന്നലെയൊക്കെ. എന്നിട്ടും ഫാൻ വെച്ചുകൊണ്ട് കിടന്നത്. പിന്നെ അടുക്കള മുഴുവൻ നനയുക. ഇന്നലെ ആണെങ്കിൽ ഫ്രിഡ്ജിൻ്റെ മുകളിലേക്കായിരുന്നു മുഴുവൻ വെള്ളം ചാടിയത്. ചുമ്മാ കിടന്നു കഴിഞ്ഞാൽ മഴ പെയ്തത്. ഞങ്ങളൊക്കെ കിടന്നു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ ചുമ്മാ ഞാൻ നോക്കിയതാണ്. മിക്കവാറും ഫ്രിഡ്ജിൻ്റെ അടുത്ത് ഒന്നുകിൽ ഫ്രിഡ്ജിൻ്റെ അടുത്ത് അതിനറ്റ താഴെയൊക്കെ ആയിട്ടേക്ക് ചാടണേ. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ചാടി കഴിഞ്ഞാൽ അത് പ്രശ്നമല്ല, കാരണം കറണ്ടല്ലേ എന്ന് ഓർത്ത് ഞാൻ ചെന്ന് ജസ്റ്റ് വാദം നോക്കിയത് നമ്മുടെ ദൈവാധീനം കറക്റ്റ് ഫ്രിഡ്ജിൻ്റെ മുകളിലേക്ക് തന്നെയായിരുന്നു വെള്ളം ചാടിക്കൊണ്ടിരുന്നത്. പിന്നെ ഞാനൊരു കലമൊക്കെ എടുത്ത് വെച്ചിട്ട് കിടന്നു, ഫ്രിഡ്ജ് ഊരി ഇട്ടിട്ട് കിടന്നു. മുഴുവൻ നനയാണ്, അടുക്കള മുഴുവൻ നനയാണ്. എന്താവോ എന്തോ ഈ മഴക്കാലം. അപ്പോൾ അങ്ങനെ ചായയൊക്കെ കുടിച്ചു. ചായയല്ല, മക്കൾക്ക് ചായയൊക്കെ എടുത്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കറിവേപ്പിലയും ഒക്കെ ഇട്ട് എല്ലാ സംഭവങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ട് ചായ കുടിക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. അടുപ്പിൽ അത് വെച്ച് കഴിഞ്ഞിട്ട് ചായ കുടിയും കഴിഞ്ഞിട്ടാണ് പിന്നെ വീടടിച്ച് വാരാനുണ്ടായിരുന്നു. വേഗം പോയി വീടൊക്കെ ഒന്ന് അടിച്ച് വാരി ഇടുവാണ്. അപ്പോൾ ഇന്ന് വേഗം ഒന്ന് തുടച്ചിടുകയും കൂടെ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനിവിടെ ഇച്ചിരി വന്നിരിക്കുമായിരുന്നു കേട്ടോ. എനിക്ക് ഒരിച്ചിരി ഹെൽത്ത് പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇച്ചിരി ഇരുന്ന കേട്ടോ. അന്നേരത്തെ ധ്യാനൂട്ട് ഇന്നലെ ഒരു തേൻമുട്ടായി വഞ്ചിട്ട് വന്നാൽ, അപ്പോൾ അത് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. അവിടെ പണ്ടത്തെ തേൻമുട്ടായി. ഇത് ഇഷ്ടമില്ലാത്തവരാരാ ഉള്ളത്. പക്ഷേ പണ്ടത്തെ ആ ഒരു തേനൊന്നും ഇപ്പോൾ വരികയില്ല കേട്ടോ. ഇപ്പോൾ ശരിക്കും പറഞ്ഞൊരു ചവറ് ചവയ്ക്കണമൊക്കെ തന്നെ ഇരിക്കും, വലിയ മധുരമൊന്നുമില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരെണ്ണം ഇങ്ങനെ എടുത്തിട്ട് വായിലേക്ക് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നേ തേൻ പോലെ ഇങ്ങനെ ഒഴുകി വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പഞ്ചസാര അതേപോലെയൊക്കെ തന്നെ ഇരിക്കണേ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കാണുമ്പോൾ കഴിക്കാണ്ടിരിക്കുകയല്ലോ അല്ലേ അച്ചുകൂട്ടാ. അച്ചുകൂട്ടന് ഇത് തണുപ്പ് ഫ്രിഡ്ജ് വെച്ചു, പുറത്ത് വെച്ച് ഉറുമ്പ് കയറാനാണ് ഞങ്ങൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് തണുപ്പുണ്ട്. അപ്പോൾ അച്ചുകൂട്ടൻ ഞാൻ പറഞ്ഞു ഞാനിത് കഴിച്ചോളാം, നിങ്ങൾക്ക് തരികയല്ലെന്ന് പറഞ്ഞു കേട്ടോ. നിങ്ങളല്ലേ വലിയ പിള്ളേർ, ഞാൻ ചെറുതാ എന്ന് പറഞ്ഞ് ഞാൻ ചുമ്മാ കളിയൊക്കെ. അപ്പോൾ അച്ചുകൂട്ടൻ നിങ്ങളെല്ലാവരും കഴിക്കണ്ടല്ലോ, പിന്നെ എനിക്ക് തരാൻ പാടുള്ളത് അല്ലേ അച്ചുകൂട്ടാ. അച്ചുകൂട്ടന് പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വളരെ ഇഷ്ടമല്ല, ഒട്ടും ഇഷ്ടമല്ല. ദേടാ ഭയങ്കര. ഇത് ശരിക്കും ഇന്നലെ ധ്യാനൂട്ടം വാങ്ങിച്ചുകൊണ്ട് വന്നത്. അച്ചുകൂട്ടൻ ഇന്നലെ ബബിൾക്കും വാങ്ങിച്ചു, ധ്യാനൂട്ടം വാങ്ങിച്ചതാട്ടോ. പക്ഷെ ധ്യാനൂട്ടം ദേ ഇരിക്കുന്നു പാവത. ഇതൊക്കെ നോക്കി എന്താണോ ധ്യാനൂട്ടാ, നിനക്കിനി ഇല്ല. അപ്പോളേ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് ഇത് ഇഷ്ടമുള്ള നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് ഇത് കേട്ടോ, ഇത് കഴിച്ചോളൂ കേട്ടോ. ഇത് ഇഷ്ടമില്ലാത്ത വളരെ ചുരുക്കം ആൾക്കാരെ കാണുള്ളൂ. പ്രത്യേകിച്ച് എൻ്റെയൊക്കെ ഏജുള്ള ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടമാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് അച്ചുകൂട്ടിനോട് നിന്നുണ്ട്. അച്ചുകൂട്ടൻ കൊതി, അച്ചുകൂട്ടിന് ഓർമ്മ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കൊതി കിട്ടിയാലോ അല്ലേ. അങ്ങനെ അച്ചുകൂട്ടിനൊക്കെ അവിടെ മുട്ടായൊക്കെ തിന്നുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ മീൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ മുളക് പൊടിക്ക് ഇച്ചിരി എരിവ് കൂടുതലാണ്. എന്താണെന്ന് അറിയത്തില്ല, ഇപ്രാവശ്യം വെച്ചാൽ മുളക് പൊടിക്ക് 1.5 എരിവാണ്. സാധാരണ നമ്മൾ മീൻ കറിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനൊരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ഉണ്ടെങ്കിൽ ഒരു പകുതി കാശ്മീരിയും പകുതി സാധാരണ മുളക് പൊടി ഇടണേ. ഇപ്പോൾ കാശ്മീരി ഇല്ല കേട്ടോ, അപ്പോൾ അതിന് പകരം സാധാരണ മുളക് പൊടി തന്നെ ഇടണേ. അപ്പോൾ 2 സ്പൂൺ ഇടുമ്പോഴത്തേക്കും ഭയങ്കര എരിവ്. അപ്പം വിനോദം പറഞ്ഞു ഇന്ന് മീൻ കറി വെക്കുമ്പോൾ ഇച്ചിരി എന്താ പറയണേ തേങ്ങയുടെ അരച്ച് ചേർക്കാൻ പറഞ്ഞു. തേങ്ങ അരച്ച് ചേർത്തിട്ടും കൂടെ എരിവായിരുന്നു. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ ആ മുളക് പൊടിയുടെ എഫക്റ്റ് എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വെച്ച്. എന്നിട്ട് മീനാണെങ്കിൽ എടുത്ത് അതൊന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ ഓലക്കൊടിയോ അങ്ങനെ എന്തോ മീനായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് അത് ക്ലീൻ ചെയ്താണല്ലോ അവിടെ നിന്ന് കിട്ടണേ. പിന്നെ നമ്മൾ ചെറുതായിട്ട് ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണേ ഉള്ളൂ. പിന്നെ ഇന്നിപ്പോൾ ഈ വീഡിയോ എടുത്ത ദിവസം നമുക്ക് നമ്മുടെ പഴയ ചാനലിലൊരു ചെറിയൊരു വീഡിയോ ഇടാനുണ്ട്, മേക്കപ്പ് വീഡിയോ വിഷുവിൻ്റെ. അപ്പോൾ അതൊക്കെ അതും കൂടെ ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പും കൂടെ ഉണ്ട്. അപ്പോൾ അത് ആ മീൻകറി ഇവിടെ റെഡിയായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ആ വീഡിയോ എടുക്കാൻ പോയി കേട്ടോ. വീഡിയോ ചെയ്തിട്ട് ലാസ്റ്റത്തെ ലുക്കാണ്. നല്ല എണ്ണമയം തലയിലുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് എടുക്കാമെന്ന് തീരുമാനിച്ചൊരു വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ തലയിലൊക്കെ നല്ല എണ്ണമയമായിരുന്നു. അപ്പോൾ അതാ നമ്മുടെ ഒരു ചുരിദാറും കൂടെ മോശം നേടിയിട്ടുണ്ട് കേട്ടോ. 3 വർഷം മുമ്പ് എടുത്തു വെച്ച ഒരു ചുരിദാറാണ്. 3 വർഷം 2 വർഷത്തിൽ കുറയാണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് ലൈനിങ് ഇല്ലാത്തതാണ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ലൈനിങ് കിട്ടിയായിരുന്നു, ഞാനത് തുന്നിയിട്ടുണ്ട്. പഫ് കൈ വെച്ചാണ് തുന്നിയത്, സ്ക്വയർ നെക്കാണ് കൊടുത്തത് കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ ഫാഷൻ ആണോ എന്ന് ചോദിച്ചാൽ ഔട്ട് ഓഫ് ഫാഷൻ എന്ന് പറഞ്ഞാൽ മതി. ഇപ്പോഴത്തെ ഫാഷനൊന്നുമല്ല, ഈ തിളക്കമുള്ള ഒരു ചെറിയൊരു തിളക്കമുണ്ട് തുണിക്ക്, അതെനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. പിന്നെ നമ്മളെപ്പോലുള്ളവർക്ക് ഇഷ്ടമൊന്നും നോക്കണ്ട, ഇടുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ചുരിദാർ. അപ്പോൾ ഇതിന് വേറൊരു ടോപ്പും കൂടെ ഈ ഒരു ഷോൾ വെച്ച് തന്നെ ഇടാം കേട്ടോ. അപ്പോൾ അതിനും അങ്ങനെ 2 എണ്ണോടെ സ്റ്റിച്ച് ചെയ്യാനിരിക്കുന്നുണ്ട്. അതിനും താമസിയാതെ നമുക്ക് ശാപമോക്ഷം കൊടുക്കണം.
അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്